നമസ്കാരം. മലയാള സിനിമാ ലോകത്തെ നടീനടന്മാരുടെ പ്രബലമായ സംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറിയെ തുടർന്ന് അഡ്ഹോക് ഭരണമാണ് നടക്കുന്നത്. 31 വർഷങ്ങൾക്ക് ശേഷം സംഘടനയെ നയിക്കാൻ എത്തിയ വനിതകൾ അടങ്ങിയ ഭരണകൂടം തമ്മിലടിച്ചതോടെയാണ് കൂട്ടരാജിയിൽ എത്തിയത്. അമ്മ ജനറൽ ബോഡിയിലാണ് അധ്യക്ഷ ശ്വേത മേനോൻ രാജിവെച്ചത്. ഈ രാജിയിലേക്ക് നയിച്ചതിൽ പ്രധാനമായും കണക്കുകളിലെ വ്യക്തതയില്ലായ്മയാണ്. താരസംഘടനയെ മറയാക്കിക്കൊണ്ട് വൻ അഴിമതി നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അമ്മ സംഘടനയിൽ അരങ്ങേറിയത് വൻ അഴിമതികളും കോടികളുടെ വെട്ടിപ്പുകളുമെന്ന് സൂചനകൾ. ശ്വേത മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചതിനെ തുടർന്ന് രമേശ് പിഷാരടിയെ കൺവീനറാക്കി താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ പുറത്തുവരുന്ന വിവരങ്ങൾ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. ഈ തർക്കങ്ങൾക്ക് കൃത്യമായ രണ്ട് ചേരികളില്ല, മറിച്ച് പലവിധ താൽപ്പര്യങ്ങളുള്ള പല ഗ്രൂപ്പുകൾ ചേർന്നുള്ള ഒരു കൂട്ടത്തല്ലാണ് അവിടെ നടക്കുന്നത്. മുൻ ഭരണസമിതിയുടെ തലപ്പത്തെത്താൻ മോഹിച്ച ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള കുത്തിത്തിരിപ്പ് സംഘമാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്ന ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന അമ്മയുടെ കുടുംബസംഗമം മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കുടുംബസംഗമത്തിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊടുവിൽ നടി ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെ വളരെ മോശമായി അപമാനിച്ചുകൊണ്ട് വോയിസ് സന്ദേശം അയച്ചിരുന്നു. നീനയുടെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്ത ഈ സന്ദേശം പുറത്തു വന്നതോടെ നീന ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. പിന്നീട് കുക്കു പരമേശ്വരനോട് ശ്വേത മേനോനുണ്ടായ വിരോധവും ചില യൂട്യൂബർമാരുടെ ഇടപെടലും കൂടിയായപ്പോൾ പ്രശ്നങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയി. അൻസിബയെ പോലുള്ളവരെ ഇതിലേക്ക് വലിച്ചിഴച്ച് മാനസികമായി ബുദ്ധിമുട്ടിക്കാനും ശ്രമം ഉണ്ടായി. ലണ്ടനിൽ നിന്ന് നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ വന്ന ട്രഷറർ ഉണ്ണി ശിവപാലിനെ പോലും ഇവർ മാനസികമായി വേട്ടയാടി. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ജനറൽ ബോഡിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കണക്കിലെ അവ്യക്തതയായിരുന്നു. ട്രഷററായ ഉണ്ണിയെ ഒരു കാര്യത്തിലും അടുപ്പിക്കാതെ സെക്രട്ടറി കുക്കു പരമേശ്വരൻ സ്വന്തം നിലയ്ക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കണക്കുകളായിരുന്നു ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചത്. ഇത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടിനോട് ചോദിച്ചപ്പോഴാണ് ഇത് ഓഡിറ്റ് ചെയ്യാത്ത കള്ളക്കണക്കാണെന്ന സത്യം പുറത്തു വരുന്നത്. അമ്മയിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്ത കണക്കും കുക്കു പരമേശ്വരന് അയച്ച അനൌദ്യോഗിക കണക്കും തമ്മിൽ പരിശോധിച്ചാൽ കോടികളുടെ പൊരുത്തക്കേടുകൾ വ്യക്തമാകും. അംഗങ്ങൾക്ക് നൽകിയ കണക്കിൽ റീജിയണൽ സ്പോർട്സ് സെന്ററിന് 8 ലക്ഷം നൽകിയെന്ന് പറയുമ്പോൾ കുക്കുവിന്റെ ഔദ്യോഗിക കണക്കിൽ അത് 10 ലക്ഷമാണ്. കൂടാതെ വെന്യൂ എന്ന പേരിൽ 4 ലക്ഷം വേറെയും കാണിച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല, പല പ്രതിഫല കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. പ്രതിഫലത്തിലെ വൻ തുകകളാണ് എഴുതിയെടുത്തത്. ബിജു സേവിയറിന് ഒരിടത്ത് 2,70,000 രൂപ എന്ന് കാണിക്കുമ്പോൾ മറ്റൊരിടത്ത് 39,000 രൂപ മാത്രമാണുള്ളത്. AV ഓഡിയോ വിഷ്വലിന് ഒരിടത്ത് 2.5 ലക്ഷവും മറ്റൊരിടത്ത് 1 ലക്ഷവുമാണ് കൊടുത്തിരിക്കുന്നത്. ജനപക്ഷപാതത്തിന്റെ അങ്ങേയറ്റം അരങ്ങേറിയെന്നാണ് ആക്ഷേപം. എക്സിക്യൂട്ടീവ് അംഗത്തിന്റെ ഭർത്താവിന് ലക്ഷങ്ങൾ നൽകിയെന്നാണ് കണക്കുകൾ. എക്സിക്യൂട്ടീവ് അംഗമായ സരയു മോഹന്റെ ഭർത്താവ് സനൽകുമാറിനാണ് കുടുംബസംഗമത്തിന്റെ AVയുടെ ഉത്തരവാദിത്തം നൽകിയത്. യാതൊരുവിധ ടെൻഡറുകളും വിളിക്കാതെ സ്പോൺസർഷിപ്പ് വഴി ചെയ്യാമായിരുന്നിട്ടും സരയുവിന്റെ ഭർത്താവിന് ചില്ലറ കിട്ടാൻ വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2.5 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. കുടുംബസംഗമത്തിന് നൽകിയ മൊമന്റോകൾ നിർമ്മിക്കാനുള്ള കരാർ നൽകിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അഞ്ജലി നായരുടെ സ്വന്തം സ്ഥാപനത്തിനാണ്. സാധാരണ വിപണി നിരക്കിനേക്കാൾ വലിയ തുകയാണ് ഇതിനായി ഈടാക്കിയതെന്നാണ് ഉയരുന്ന ആരോപണം. സിനിമാ താരം പോലുമല്ലാത്ത സ്റ്റീഫൻ ദേവസിക്ക് വെറും 20 മിനിറ്റ് പ്രകടനത്തിന് പ്രതിഫലമായി നൽകിയത് 13 ലക്ഷത്തിലധികം രൂപയാണ്.